മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മി വിളിച്ച് പറയുന്നുണ്ട്, പോയി മോളെ, കരുണയുടെ കുഞ്ഞ് പോയി. എല്ലാവരും എന്നെയാണ് കുറ്റം പറയുന്നത്, ഞാനാണ് കരുണയുടെ കുഞ്ഞിനെ കളഞ്ഞെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എന്നോട് ഹോസ്പിറ്റലിലോട്ട് വന്ന് പോകരുതെന്നാണ് അമ്മയും പ്രതാപേട്ടനും പറഞ്ഞിരിക്കുന്നത്. മോളെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ എന്തിനാണോ ഇവരിങ്ങനെ പഴി ചാരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിഷമിക്കുന്നുണ്ട് മോഹിനി. അങ്ങനെ മഹാലക്ഷ്മി പറയുന്നവരെന്തും പറയട്ടെ, അമ്മ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ അമ്മ എന്നെ വിളിച്ച് പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് മഹാലക്ഷ്മി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കരുണയുടെ കുഞ്ഞ് പോയിട്ടുള്ള കാര്യം കണ്ണനോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവരവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ കുഞ്ഞ് ഭാഗ്യവതിയാണ്. ഇങ്ങനെയുള്ള ഒരു അമ്മയുടെ വയറ്റിൽ വന്ന് ജനിക്കാനുള്ള ഒരു ഭാഗ്യം ആ കുട്ടിക്കില്ലല്ലോ. ആ കുട്ടിക്ക് ആ സ്ത്രീയെ അമ്മ എന്ന് വിളിക്കേണ്ട ഒരവസ്ഥയും വന്നില്ലല്ലോ. അത് ആ കുട്ടിയുടെ ഒരു ഭാഗ്യം തന്നെയാണെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്താ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്? കരുണയ്ക്ക് കുഞ്ഞുണ്ടാകുന്നതിൽ കണ്ണേട്ടന് ഒരു താല്പര്യമില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അതിന് അർഹതപ്പെട്ടവരുടെ കൈകളിൽ വേണം ആ കുഞ്ഞുണ്ടാകാൻ. അതുകൊണ്ട് കരുണയുടെ സ്വഭാവത്തിനനുസരിച്ച് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാതിരുന്നത് അതിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ദുർഗയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ദുർഗയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തെങ്കിലും ഹോസ്പിറ്റൽ വിവരമെല്ലാം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ അറിയാൻ, എന്നോട് ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ല, എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും പറയുന്നുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ കൊച്ചുമക്കളെ താലോലിക്കാനുള്ള ഭാഗ്യമില്ലെന്നാണ് തോന്നുന്നത്, കരുണയുടെ കുഞ്ഞ് അബോഷനായെന്നാണ് കേൾക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നത് ഞെട്ടിപ്പോകുന്നുണ്ട് ദുർഗ. പിന്നീട് മഹാലക്ഷ്മിയുടെ നേർക്ക് തിരിയാണ് ദുർഗ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളൊറ്റ ഒരുത്തിയാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കാനുള്ള കാരണം. ഇവളെന്തോ കലക്കി കൊടുത്തത് കൊണ്ടാണ് കരുണയ്ക്ക് അങ്ങനെ സംഭവിച്ചതെന്നും, ഇവൾ അമ്മയുടെ വീട്ടിൽ ചെന്ന സമയത്ത് ഇവളും അമ്മയും കൂടെ എന്തോ ചെയ്തു കൊടുത്തിട്ടുണ്ട് കരുണയ്ക്ക്, അതുകൊണ്ടാണ് ഇപ്പോൾ കുട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് ദുർഗ മഹാലക്ഷ്മിയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയുമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും കുഞ്ഞ് നഷ്ടപ്പെടണമെന്നും ആഗ്രഹമില്ല. ഞാൻ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞിന് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ളൊരു കുഞ്ഞുണ്ടാകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാതെ എനിക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെടണമെന്നോ യാതൊരുവിധ ചിന്തയും ഇല്ലായിരുന്നു എന്നൊക്കെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട്. ഇവൾ എന്ന് ഈ കുടുംബത്തിൽ വന്ന് കയറിയോ അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം. ഇപ്പോൾ ആർക്കെങ്കിലും എല്ലാം സമാധാനം സന്തോഷമുണ്ടോ? അതിനൊക്കെ കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നിൽ നിന്ന് ഞങ്ങളെല്ലാം അകറ്റിയതും ഇവളാണ്, എല്ലാം വെട്ടിപ്പിടിക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവൾ നിൻ്റെ കൂടെ ജീവിക്കുന്നത്. അത് നിനക്കൊരിക്കലും മനസ്സിലാകുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ട് കണ്ണാന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇവളെ മനസ്സിലാക്കണം, നിന്നെ ഇവൾ മനഃപൂർവ്വം തന്നെ പറ്റിക്കുകയാണെന്നും ഇവൾ നിന്നെ വിട്ട് ഒരു ദിവസം പോകുമെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കണ്ണനോട്. കണ്ണൻ അന്നേരം പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇങ്ങനെയെല്ലാം പറയാൻ എങ്ങനെ മനസ്സ് വരുന്നു? അമ്മയും വളർത്തി വിട്ടതല്ലേ ഒരു പെൺകുട്ടിയെ, ഈ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അമ്മയ്ക്ക് ഇങ്ങനെയെല്ലാം പറയാനുള്ള മനസ്സ് വന്നല്ലോ, കഷ്ടം തന്നെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ മറുമരുന്നുമായിട്ട് മുത്തശ്ശിയും പ്രതാപനും എത്തുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, മോനെ മറുമരുന്ന് കിട്ടിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കരുണയ്ക്ക് കൊടുക്കണം, എന്നാൽ മാത്രമേ അവൾ ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരികയുള്ളൂ. അവൾ കുടിച്ച വിഷത്തിൻ്റെ മറുമരുന്നാണിത്, ആ വൈദ്യൻ്റെ അടുത്ത് പോയി ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, ഈ മറുമരുന്നെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടറൊന്നും സമ്മതിക്കില്ല, അവരെന്താ കാര്യമെന്നെല്ലാം തിരക്കും, പിന്നീട് അതൊക്കെ വലിയ നൂലാമാലകളാവുമെന്നൊക്കെ പറയുന്നുണ്ട്. മോനെ, ഈ മറുമരുന്ന് കൊടുത്താലല്ലാതെ നമുക്കൊരിക്കലും കരുണയെ തിരിച്ചു കിട്ടില്ല. ഹോസ്പിറ്റലിലെ മരുന്നുകളൊന്നും അവളുടെ ശരീരത്തിൽ പ്രതികരിക്കില്ല. അതുകൊണ്ട് ഈ മറുമരുന്ന് എങ്ങനെയെങ്കിലും അവളുടെ ശരീരത്തിൽ നമുക്ക് എത്തിക്കണം. അതുകൊണ്ട് മോനെ, എത്രയും പെട്ടെന്ന് ഞങ്ങളിത് ഡോക്ടറെ അടുത്ത് പോയി പറയാൻ പോകുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനും മുത്തശ്ശിയും കൂടെ ഡോക്ടറെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്, ഇതേ മറുമരുന്ന് കിട്ടിയിട്ടുണ്ട് ഡോക്ടറെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, മറുമരുന്നോ? അതെന്ത് മരുന്നായെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ തിരിച്ചു ചോദിക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശി കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളാണല്ലേ നിങ്ങളുടെ ഈ കൊച്ചുമകളുടെ കുഞ്ഞിനെ കളഞ്ഞത്, അതുകൊണ്ട് നിങ്ങളിത് ചെയ്തിരിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്, ഇതെനിക്ക് റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, ഇതൊന്നും വലിയ വിഷയമാക്കി എടുക്കേണ്ട ഡോക്ടറെ, നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യം ഡോക്ടർ എന്തിനാണ് പറഞ്ഞു ഫലിപ്പിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസല്ല. ഒരു രോഗിയാണെങ്കിൽ അത്യാസന്ന നിലയിലായിട്ട് കിടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോൾ എനിക്കാണ്.
അതുകൊണ്ട് ഈ കാര്യം എനിക്ക് പോലീസിനെ റിപ്പോർട്ട് ചെയ്യാതെ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. ഇത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആകെ ഭയക്കുന്നുണ്ട്. ഇനി എന്തെല്ലാം നൂലാമാലകളാണ് വന്നുകൂടാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ഇവർക്കാണെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.